ഹേ ഗൈസ്, സോ മിക്ക ആസ്പിരൻസിനും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ യൂഷ്വലി ഒരു ഹോപ്പാണ് വരിക ദാറ്റ് നെക്സ്റ്റ് ടൈം ഐ വിൽ ഡു ബെറ്റർ. എന്നാൽ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഷിഫ്റ്റാണ് സംഭവിക്കുക. സെൽഫ് ഡൗട്ട് സ്ലോലി സ്റ്റാർട്ട് ചെയ്യും, കോൺഫിഡൻസ് ഷെയ്ക്ക് ആകും, പ്രിപ്പറേഷൻ ഇമോഷണലി ഹെവി ആയിട്ട് തോന്നും. ഇവിടെ നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും ദാറ്റ് ഐ സ്റ്റഡീഡ് റിയലി ഹാർഡ്, ഐ സാക്രിഫൈസ്ഡ്, ഐ ഡിഡ് എവറിഥിങ് പോസിബിൾ, ദെൻ വൈ ആം ഐ ഫെയിലിംഗ് അഗെയിൻ. എഫേർട്ട് ഇല്ലായ്മ കൊണ്ടല്ല, അതുകൊണ്ടാണ് അത് വളരെയധികം അൺഫെയർ ആയിട്ട് തോന്നുന്നതും. ബട്ട് ഹിയർ ഈസ് എ റിയൽ ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദ പ്രോബ്ലം ഇസ് നോട്ട് വിത്ത് യുവർ എഫേർട്ട് ബട്ട് സംതിങ് യു നെവർ എക്സാമിൻഡ്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ദിസ് വീഡിയോ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിന് ശേഷം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മിക്ക ആസ്പിരൻസും ചിന്തിക്കുക ഇങ്ങനെയായിരിക്കും, നെക്സ്റ്റ് അറ്റംപ്റ്റ് ഐ സ്റ്റഡി മോർ, കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, കൂടുതൽ റിവിഷൻ ചെയ്യാം, കൂടുതൽ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാം. സി, നോട്ട് സംതിങ് കെയർഫുള്ളി, ഇവിടെ ചേഞ്ച് വന്നത് എഫേർട്ടിനാണ്. പ്രിപ്പറേഷൻ സ്ട്രക്ചർ, ദാറ്റ് ഹൗ യു സ്റ്റഡി, ഹൗ യു റിവൈസ്, ഹൗ യു ടെസ്റ്റ്, how you even measure your performance remains the same. See, psychologically this makes sense. Failure വന്നാൽ ബ്രെയിൻ അസ്യൂം ചെയ്യുന്നത് മേ ബി ഐ ഡിഡ്ന്റ് പുഷ് ഹാർഡ് ഇനഫ്. സോ നാച്ചുറലി നമ്മൾ വോളിയമാണ് ഇൻക്രീസ് ചെയ്യുക, മോർ അവേഴ്സ്, മോർ കോണ്ടന്റ്, മോർ പ്രഷർ എന്ന രീതിയിൽ. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആർ നോട്ട് വോളിയം സെൻസിറ്റീവ് സിസ്റ്റംസ്, റാദർ ദേ ആർ സ്ട്രക്ചർ സെൻസിറ്റീവ് സിസ്റ്റംസ്. അതായത് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ട് എങ്കിൽ എഫേർട്ട് കൂട്ടിയാൽ ആ ഫ്ലോ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് റണ്ണിങ് ഫാസ്റ്റർ ഓൺ ദി റോങ് ട്രാക്ക്. ഇവിടെയാണ് റിപ്പീറ്റേഴ്സ് ട്രാപ്പായി പോകുന്നത്. നോട്ട് ബിക്കോസ് ദേ ആർ ലേസി ബട്ട് ബിക്കോസ് ദേ ആർ സിൻസിയർലി റിപ്പീറ്റിംഗ് ദ സെയിം പാറ്റേൺ. പുതിയൊരു അറ്റംപ്റ്റ് തുടങ്ങുമ്പോൾ റിപ്പീറ്റേഴ്സ് സാധാരണഗതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ടൈം ടേബിൾ ഒന്ന് മോഡിഫൈ ചെയ്തേക്കാം, പുതിയ റിസോഴ്സസ് ആഡ് ചെയ്യും, കൂടുതൽ സ്റ്റഡി അവേഴ്സ് അലോക്കേറ്റ് ചെയ്യും. ബട്ട് കോർ എക്സിക്യൂഷൻ മോഡൽ അതുപോലെ തന്നെ തുടരും. അതായത് സാധാരണ ഒരു സ്റ്റഡി ലൂപ്പ് ഉണ്ട്, സ്റ്റഡി, ഫിനിഷ് ദ സിലബസ്, റിവൈസ്, അറ്റംപ്റ്റ്, ടെസ്റ്റ്, റീസ്റ്റാർട്ട്, ഇതുപോലെ തന്നെ തുടരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രിപ്പറേഷൻ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്ന പോലെ തോന്നും, ബട്ട് സ്ട്രക്ചറലി നത്തിങ് ചേഞ്ച്. ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ഒരിക്കലും എഫേർട്ട് കുറവായിരിക്കില്ല. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഇസ് ആക്ച്വലി ട്രീറ്റഡ് ആസ് ഇൻഫർമേഷൻ കംപ്ലീഷൻ, നോട്ട് പെർഫോമൻസ് ട്രെയിനിങ്. ഓർക്കുക, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നതല്ല പ്രധാനമായിട്ട് മാറ്റർ ചെയ്യുക, എത്ര ക്വസ്റ്റ്യൻസ് വളരെ കോൺഫിഡൻ്റ് ആയി നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരേ ഒരു മെഷർമെൻറ്റിലാണ്, എത്ര ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. ഒരിക്കലും എൻ്റെ എക്സിക്യൂഷൻ എത്രമാത്രം സ്ട്രോങ് ആയി എന്നുള്ളത് മെഷർ ചെയ്യുകയില്ല. സോ ഇഫ് യുവർ ടെസ്റ്റിംഗ് പാറ്റേൺ ഇസ് ദ സെയിം, ഇഫ് യുവർ ഫീഡ്ബാക്ക് ലൂപ്പ് ഇസ് വെരി വീക്ക്, ഇഫ് മിസ്റ്റേക്ക് അനാലിസിസ് ഇസ് ഷാലോ, ഇതൊരു പുതിയ അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് ദ സെയിം പ്രിപ്പറേഷൻ ലൂപ്പ് റിപ്പീറ്റിംഗ്. റിപ്പീറ്റേഴ്സിനിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ട്, അതായത് ഞാൻ ഓൾറെഡി 2-3 അറ്റംപ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. ആൻഡ് സൈക്കോളജിക്കലി വളരെ ലോജിക്കലായിട്ടാണ് തോന്നുക, കാരണം ഒരു റിയൽ ലൈഫ് സ്കില്ല് എക്സ്പീരിയൻസ് കൊണ്ട് എപ്പോഴും ഇമ്പ്രൂവ് ആകുന്ന ഒന്നാണ്. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആർ നോട്ട് എക്സ്പീരിയൻസ് സെൻസിറ്റീവ് സിസ്റ്റംസ്. എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് സംഭവിക്കുക, ഒരു ഫെമിലിയാരിറ്റി വരും, എക്സാം ഫോർമാറ്റ് പരിചിതമാകും, പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നതിൽ മേ ബി അല്പം കൂടി ഇമോഷണൽ സ്റ്റെബിലിറ്റി വരാം, എക്സാം ഹാൾ എൻവയൺമെൻറ്റ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നും. ഇവയെല്ലാം അഡ്വാൻറ്റേജസ് തന്നെയാണ്. പക്ഷേ ഈ ഫെമിലിയാരിറ്റി എന്നതുകൊണ്ട് മാത്രം ഒരു എക്സിക്യൂഷൻ അപ്ഗ്രേഡ് നടക്കുകയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ എക്സാമിനേഷൻ പാറ്റേൺ പരിചിതമായതുകൊണ്ട് മാത്രം നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൽസ്, അതായത് സ്പീഡ്, അക്യുറസി, ഡിസിഷൻ മേക്കിംഗ്, ഇവയെല്ലാം വലിയ സ്കെയിലിൽ ഇംപ്രൂവ് ചെയ്യുകയില്ല. സോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഡ്രിവൺ കറക്ഷൻ ഇല്ലാതെ നടക്കുന്ന ഒരു റെപ്പറ്റീഷൻ, അത്തരത്തിലുള്ള പഠനം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സിക്യൂഷൻ പാറ്റേൺ വീക്ക് ആയിരുന്നു എന്ന് കരുതുക. അതേ സ്റ്റഡി, റിവൈസ്, ടെസ്റ്റ് ലൂപ്പ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അറ്റംപ്റ്റിലൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുകയല്ല, മറിച്ച് ആദ്യം ഉണ്ടായിരുന്ന അതേ സ്ട്രക്ചറിനെ ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. ഇത് റെപ്പറ്റീഷൻ മാത്രമാണ്, ഒരിക്കലും ഒരു എവല്യൂഷൻ അല്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന ഒന്നാണ്. അത് കോമ്പറ്റീഷൻ്റെ കേസിലാണെങ്കിലും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലാണെങ്കിലും അത്തരത്തിലൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒന്നാണ്. സോ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു മൈനർ കംഫർട്ട് ലെവൽ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളത് ഒരിക്കലും ഇത്തരത്തിൽ മാർജിൻ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാൻ മതിയാവില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ ഒരു കോമ്പറ്റീഷൻ്റെ റേസിൽ നമ്മൾ കൂടുതൽ വർഷം നിൽക്കുന്നത് കൊണ്ട് വലിയ ഗ്രോത്ത് വരികയില്ല. ഗ്രോത്ത് ആക്ച്വലി കംസ് ഫ്രം സ്ട്രക്ചറലി അപ്ഗ്രേഡിങ് ഹൗ യു റൺ ദ റേസ്. റിപ്പീറ്റേഴ്സിനിടയിലുള്ള ഏറ്റവും വലിയൊരു സ്ട്രക്ചറൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്, ദേ സ്റ്റഡി എ ലോട്ട്, ദേ റിവൈസ്, ദേ കംപ്ലീറ്റ് ദ സിലബസ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ദെയർ പ്രിപ്പറേഷൻ റിമൈൻസ് ലാർജ്ലി അൺടെസ്റ്റഡ്. ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതല്ല. ടെസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ എക്സിക്യൂഷൻ റിയാലിറ്റി അത് എക്സ്പോസ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതായത് ഡിസിഷൻ മേക്കിംഗ് സ്പീഡ്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക് റീകോൾ സോൺസ്, എറർ പാറ്റേൺസ്, ടൈം മിസ്മാനേജ്മെൻറ്റ്,
കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഇല്യൂഷൻസ്, ഇതൊക്കെ എക്സ്പോസ് ചെയ്യാൻ ഒരു ടെസ്റ്റിംഗ് പാറ്റേൺ പര്യാപ്തമായിരിക്കണം. ഈ ടെസ്റ്റിംഗ് പാറ്റേൺ വളരെ ഷാലോ ആയാൽ എക്സിക്യൂഷൻ വീക്ക്നെസ്സുകളെല്ലാം അതേപോലെ ഹിഡൻ ആയിട്ടിരിക്കും. ഒരിക്കലും എക്സ്പീരിയൻസ് കൊണ്ട് അവ ഡിസപ്പിയർ ആവുകയില്ല. ആക്ച്വലി അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. സൈക്കോളജിക്കലി ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഗ്യാപ്സിനെ എക്സ്പോസ് ചെയ്യുന്ന ഒന്നാണ്, നമ്മുടെ കോൺഫിഡൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഴ്സിനിടയിൽ ഒന്നാമത് പ്രിപ്പറേഷൻ ഇമോഷണലി ഹെവി ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഡീപ്പ് ടെസ്റ്റിംഗ് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് വരിക. ഇൻസ്റ്റെഡ് സ്റ്റഡി അവേഴ്സ് ആയിരിക്കും കൂട്ടുക. കാരണം അത് വളരെ പ്രൊഡക്റ്റീവായിട്ട് തോന്നും. എന്നാൽ എപ്പോഴും ഓർക്കുക, അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫെയിൽ ആകും. ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ഒരു വളരെ സബ്റ്റിലായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഷിഫ്റ്റാണ്. ഈ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഒരു അക്കാഡമിക് പ്രോസസ്സ് മാത്രമല്ല, ഇറ്റ് ബിക്കംസ് പേഴ്സണൽ. ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻ്റ് ആണ്, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, ഗിവ് അപ്പ് ചെയ്യുന്ന ആളല്ല. ഈ ഒരു ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ഇതിന് നമ്മൾ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ റെസ്പോൺസ് എന്നാണ് പറയുക. അതായത് ഈ എക്സിക്യൂഷൻ വീക്ക് ആണോ എന്നത് സ്വയം ചോദിക്കുന്നതിന് പകരം ബ്രെയിൻ ഒരു സേഫ് സോൺ ആണ് തിരഞ്ഞെടുക്കുക. ലൈക്ക് മോർ സ്റ്റഡി, മോർ റിവിഷൻ, മോർ മെറ്റീരിയൽസ്. ബിക്കോസ് കൂടുതൽ പഠിക്കുന്നത് ഈ ഒരു ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ടെസ്റ്റിംഗ് ഐഡൻറ്റിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ പ്രിപ്പറേഷൻ പെർഫോമൻസ് കറക്ഷനിൽ നിന്ന് സ്ലോലി കോൺഫിഡൻസ് പ്രൊട്ടക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ബിക്കോസ് അവിടെ ഐഡൻറ്റിറ്റി സേഫ് ആയിട്ട് നിൽക്കും, എന്നാൽ എക്സിക്യൂഷൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫെയിലിയേഴ്സ് റിപ്പീറ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. യു ഡോണ്ട് നീഡ് ടു ആഡ് മോർ എഫേർട്ട്, യു ജസ്റ്റ് നീഡ് ടു റീബിൽഡ് ദ സ്ട്രക്ചർ. എഫേർട്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൽ മാത്രമല്ല, നമ്മുടെ എഫേർട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു എന്നതുകൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോപ്പ് ആഡിങ് വോളിയം, സ്റ്റാർട്ട് റീബിൽഡിങ്. റീബിൽഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠനം എന്നുള്ളത് എപ്പോഴും മെഷറബിൾ ഔട്ട്പുട്ടുള്ള ഒന്നായിരിക്കണം. റിവിഷൻ എന്നുള്ളത് വീക്ക് റീകോൾ എക്സ്പോസ് ചെയ്യുന്ന ഒന്നായിരിക്കണം. ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്നുള്ളത് സിംപ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ എക്സിക്യൂഷൻ ഗ്യാപ്സ് റിവീൽ ചെയ്യുന്ന ഒന്നായിരിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് നെക്സ്റ്റ് സൈക്കിൾസിൽ റിയൽ ചേഞ്ച് വരുത്തുന്ന ഒന്നായിരിക്കണം. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, അതാണ് നമ്മൾ റീബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സ്ട്രക്ചർ മാറുകയാണ് എങ്കിൽ ഈവൻ വിത്ത് ദ സെയിം എഫേർട്ട് യു വിൽ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട്സ്. ബിക്കോസ് ഇത്തരത്തിൽ റിപ്പീറ്റ് ഫെയിലിയേഴ്സ് വരുന്നത് ഒരിക്കലും നിങ്ങൾ ഇൻകേപ്പബിൾ ആയതുകൊണ്ടല്ല. ഇറ്റ് സിംപ്ലി മീൻസ് യുവർ സിസ്റ്റം ഹാസ് നോട്ട് ഇവോൾവ്ഡ്. ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് സ്ട്രക്ചർ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സ്ട്രക്ചർ മാറിയാൽ റിസൾട്ട് മാറും. സ്റ്റോപ്പ് ബ്ലെയിമിങ് എഫേർട്ട്, സ്റ്റോപ്പ് ഇൻക്രീസിങ് ദ വോളിയം, സ്റ്റാർട്ട് അപ്ഗ്രേഡിംഗ് ദ സ്ട്രക്ചർ. വിൽ ഗോ ഡീപ്പർ ഇൻ ടു ദിസ് ഇൻ ദ കമ്മിങ് വീഡിയോസ്. നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആ ഒരു സീക്വൻസിൽ തന്നെ അത് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇഫ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ, then make sure to subscribe. And please let me know your suggestions, your opinions in the comment section. So once again, thank you so much, and I'll see you guys in the next one.